श्रीगुरवे श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथां वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे जय हरे कृष्ण നമ്മുടെ സനാതന ശിക്ഷയിൽ നിൽക്കുകയാണ്. ഇവിടെ സനാതന ഗോസ്വാമി കൃഷ്ണന്റെ മഹത്വത്തെക്കുറിച്ചും കൃഷ്ണൻ എങ്ങനെയൊക്കെ എന്തെല്ലാം അവതാരങ്ങൾ എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൃഷ്ണന്റെ മധുരിമയെ കുറിച്ചാണ്. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി എടുത്ത് കൃഷ്ണന്റെ ഫുൾ സയൻസും ഒരു കണ്ടൻസ്ഡ് ഫോമിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് അത് ചൈതന്യ ചരിതാമൃതത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് മധ്യ ചാപ്റ്റർ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 21 21 22 23 ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ ചൈതന്യ മഹാപ്രഭു ഇനി വൈകുണ്ഠ ലോകത്തെ വർണ്ണനയാണ് ചെയ്യുന്നത്. അപ്പൊ വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വീതി 8 മൈല് ഗുണം 10 8 മൈല് ഗുണം 100 ഗുണം 1000 ഗുണം 10,000 ഗുണം 1,00,000 ഗുണം 1 കോടി. ഇത്രയുമാണ് വൈകുണ്ഠത്തിന്റെ വീതി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചേക്കാം. നമുക്ക് അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വീതിയിലാണ് വൈകുണ്ഠം ഇരിക്കുന്നത്. നമ്മുടെ ഈ എർത്തിന്റെ ഇത് 8 ബില്യൺ മൈൽസ് എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. 8 ബില്യൺ മൈൽസ് ആണ് നമ്മുടെ യൂണിവേഴ്സിന്റെ. അപ്പൊ എത്രമാത്രം ചെറുതാണ് ഇതും അതുമായിട്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ചെറുതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ വൈകുണ്ഠത്തിലെ ഓരോ പ്ലാനറ്റും വളരെ വലുതും അത് ആത്മീയതയില് കുളിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അതിനകത്തുള്ള ആൾക്കാരും അന്തേവാസികളും ഭഗവാനും ഫുൾ ആത്മീയത മാത്രമേ ഉള്ളൂ. അവർക്ക് ഭൗതികമായിട്ടുള്ള ഒരു ലെവലേഷൻ ടച്ച് പോലും ഇല്ല. ഇനി ഈ വൈകുണ്ഠ പ്ലാനറ്റ്സ് എല്ലാം ഭഗവാന്റെ സൃഷ്ടിയുടെ ഒരു സ്പിരിച്വൽ സ്കൈയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കാണ് ഈ സ്പിരിച്വൽ സ്കൈ അല്ലെങ്കിൽ ആത്മീയ ലോകത്തെ അളക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോസിബിൾ ആണ്. ഈ സ്പിരിച്വൽ സ്കൈ എല്ലാം തന്നെ ഒരു ലോട്ടസിന്റെ ഡിസൈനിലാണ് ഇരിക്കുന്നത്. ലോട്ടസ് ഒരു ഫുള്ളി വിരിഞ്ഞ ലോട്ടസ് ഫ്ലവർ എങ്ങനെ ഇരിക്കും അതേപോലെയാണ്. അതിലെ ടോപ്പ് മോസ്റ്റ് പോർഷൻ അതിനെയാണ് കൃഷ്ണ ലോകം എന്ന് പറയുന്നത്. അവിടെ പലതരത്തിൽ ഈ ഒരു താമരയുടെ ഏറ്റവും മേളിൽ ഇതാണെങ്കിൽ അതിന്റെ ചുറ്റിനും ഉള്ള പല തരത്തിലുള്ള വൈകുണ്ഠ പ്ലാനറ്റ്സ് ഉണ്ട്. ഇനി ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അൺലിമിറ്റഡ് ആണ്. ഈവൻ ബ്രഹ്മാവ്, അനന്തൻ, ശിവൻ ഇവര് പോലും വിചാരിച്ചാൽ പോലും അത് ഗുണിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്ന ഒരു വേഴ്സ് ഉണ്ട്. അതായത് ഈ സയന്റിസ്റ്റ്, ഇന്നത്തെ ലോകത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സയന്റിസ്റ്റ് ഒരു പക്ഷേ ഭൂമിയിലുള്ള ആറ്റംസിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള ആറ്റംസിന്റെ തന്നെ ഗണന എടുത്തേക്കാം. സെൻസസ് പോലെ എത്ര കൗണ്ട് ഉണ്ടെന്ന്, ആറ്റംസ് അണുക്കളുടെ എത്ര ആറ്റം ഉണ്ടെന്ന് വേണമെങ്കിൽ കൗണ്ട് ചെയ്തെടുത്തേക്കാം. പക്ഷേ എത്ര പ്ലാനറ്റ്സ് സ്പിരിച്വൽ സ്കൈയിലുണ്ടെന്ന് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. ഇതേപോലെ എത്ര നമ്മുടെ ഭൗതിക ലോകത്ത് എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്നും
അല്ലെങ്കിൽ ഒരു സ്നോ മഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്നോ ഇതെല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റും സയന്റിസ്റ്റിന്. പക്ഷേ ആത്മീയ ലോകത്തിലെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൃഷ്ണന്റെ ക്വാളിറ്റീസും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രമാണ് ഇത് രണ്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഇനി വൃന്ദാവനത്തിലാകുമ്പോൾ പറയുന്നത് കൃഷ്ണൻ എപ്പോഴും ഉള്ള സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ വൃന്ദാവനത്തിരിക്കുന്ന കൃഷ്ണൻ ഒരു നിമിഷം കൊണ്ടാണ് മെറ്റീരിയലും സ്പിരിച്വൽ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തത്. ഇത് ഓരോ ലോകം വൃന്ദാവനത്തിൽ നോക്കുമ്പം നമ്മൾ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച. ചതുർ എക്സ്പെൻഷൻസ് ഉണ്ട്. അതായത് വാസുദേവ, പ്രദ്യുമ്ന, അനിരുദ്ധ, സംഘർഷൻ. ഇതേപോലെ ഇവര് പിന്നെ പല എക്സ്പാൻഷൻസ് ആയിട്ട് മെയിൻ 24 ഡൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ പിന്നെ പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ അൺലിമിറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 24 അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 24 മെയിൻ ഡൈറ്റീസിന്റെ ഓരോരുത്തർക്കും ഓരോ പ്ലാനറ്റ്സും ഉണ്ട്. അപ്പം ഇതുപോലെ നമ്മള് ഗോപാലന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിലും ഗോപന്മാര് പോലും അത് അവരുടെ കൗണ്ട് പറയുന്നത് 1 കോടി അർബുദം ശംഖ പത്മ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ 10,200 അല്ലെങ്കിൽ 15,239 എന്നൊരു നമ്പർ പറയുന്ന പോലെ ഇത് ഇവിടെ പറയുന്നത് 1 കോടി അർബുദം 1 പത്മ അങ്ങനെയൊക്കെയാ പറയുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അത്രയും അതിനെക്കാട്ടിയും കൂടുതലുള്ള നമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് സാധാരണ വിചാരിക്കും ഓക്കെ കൗഹേഡ് ഗോപാലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1,000 ഉണ്ട്, അല്ലെങ്കിൽ 2,000 ഉണ്ട്, അല്ലെങ്കിൽ 1,00,000 ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഈവൻ ഭൗതിക ലോകത്ത് വരുമ്പോൾ തന്നെ നന്ദമഹാരാജന്റെ കയ്യിൽ 9 ലക്ഷം പശുക്കളാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഗോപന്മാരും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രമാത്രം കാണണം. ഇവരെല്ലാം തന്നെ ഭഗവാന്റെ എന്താ പറയണേ പാർഷദന്മാരാണ്. ഈ പാർഷദന്മാര് അവർക്ക് അൺലിമിറ്റഡ് പശുക്കുട്ടികളുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഇവർക്ക് ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന കമ്പായാലും ലോട്ടസ് ഫ്ലവർ, ഹോൺസ്, കുളമ്പ്, അവരുടെ തുണി, ഇതെല്ലാം തന്നെ നമുക്ക് ആർക്കാണ് എണ്ണാൻ പറ്റുന്നത്? ഈ ഗോപന്മാര് ആക്ച്വലി എന്താ പറയണ വൈകുണ്ഠത്തിലെ ഓരോ എന്താ പറയണ പ്രതിദാനം ചെയ്യുന്ന, അതായത് ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആയിട്ടുള്ള ആൾക്കാര് ഭഗവാന്റെ സൃഷ്ടിയിലെ വൈകുണ്ഠത്തിന്റെ ഓരോ പ്രതിദാനം ചെയ്യുന്ന ഡൈറ്റീസും ആണെന്നും പറയാം. അതിനെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ ബ്രഹ്മവിമോഹൻ ലീലയിലെ ഗോപന്മാരായിട്ടുള്ള എക്സ്പെൻഡ് ചെയ്ത ഗോപന്മാരെല്ലാം തന്നെ ആക്ച്വലി അവര് 4 കൈയുള്ള വിഷ്ണു ആവുകയും അത് ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ഈ ബ്രഹ്മവിമോഹന ലീലയില് കൃഷ്ണനെ കാണിച്ച വൈകുണ്ഠവാസികളെല്ലാം ഈ ഇത്രയും അനന്തകോടി ഗോപന്മാരും അനന്തകോടി പശുക്കുട്ടികളും ഇവരെല്ലാം തന്നെ വിഷ്ണുവിന്റെ ഫോം എടുക്കുകയും അതെല്ലാം ഒരു ഞൊടിയിടയില് ഭഗവാന്റെ ശരീരത്തിൽ കയറുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് പോലും അതിശയപ്പെട്ടു. അപ്പൊ നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഉള്ള ഡിഫൻസിൽ നിന്നാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള കഥകളാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ നമുക്ക് ശരിക്കും ഇതിനെ മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബ്രഹ്മാവ് ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും പറയുകയാണ് എനിക്ക് കൃഷ്ണനെ ഫുള്ളായിട്ട് അറിയാം. ഇന്ന് ഇപ്പം നമ്മുടെ കലിയുഗത്തിൽ നമ്മൾ പ്രീച്ച് ചെയ്യുമ്പം തന്നെ പലരും പറയുന്ന കാര്യമാണ്, കൃഷ്ണനെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയാം എന്ന് പലരും പറയും. അപ്പൊ ബ്രഹ്മാവ് പറയുന്നത് അങ്ങനെ പറയുന്നെങ്കിൽ പറയട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മനസ്സാലോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഭഗവാനെ മനസ്സിലാക്കാനേ പറ്റില്ല.
അദ്ദേഹം അൺലിമിറ്റഡ് ആയിട്ടുള്ള നെക്ടറിന്റെ ഉറവിടമാണ്. അതുകൊണ്ട് എനിക്ക് ശരീരത്താലോ മനസ്സാലോ വാക്കാലോ അദ്ദേഹത്തിന്റെ ആ മധുരിമയുടെ ഒരു ഡ്രോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, നമ്മള് എന്താ പൊട്ടക്കണറ്റി കിടക്കുന്ന തവളകള് നമ്മളെല്ലാം പറയുന്നത്, ഓ എനിക്ക് ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് ഞാൻ ആ 16,108 ഭാര്യമാരുടെ കൂടെ നടന്ന ലാസലീല കളിച്ചുകൊണ്ടിരുന്ന ആളെയല്ലേ, അയാളെ കുറിച്ചൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ആളുടെ ആ മണ്ടത്തരം ഒന്ന് ആലോചിച്ച് നോക്കുക. ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാന്റെ നിന്നും ശിക്ഷ നേരിട്ട് സ്വീകരിച്ചയാള്, പുള്ളിക്കാരൻ പറയണു ഭഗവാന്റെ ഒപ്പുലൻസിന്റെ, ഭഗവാന്റെ ഐശ്വര്യത്തിന്റെ ഒരു തുള്ളി പോലും എനിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ എൻ്റെ മനസ്സാലോ വാക്കാലോ വപുവാലോ സാധ്യമല്ല. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് ബ്രഹ്മദേവൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇനി വൈകുണ്ഠത്തിനെ കുറിച്ച് പറയുമ്പോൾ വൃന്ദാവനം എന്ന് പറയുന്നത് 16 ക്രോശം, അതായത് 32 മൈൽസ് ആണുള്ളത്. ഇതിനകത്ത് എല്ലാ വൈകുണ്ഠങ്ങളും അൺലിമിറ്റഡ് യൂണിവേഴ്സസ് ഇതെല്ലാം വെളിയിൽ ഒരു കോർണറിൽ ഇരിക്കുകയാണ്. വൃന്ദാവനം മാത്രം 16 ക്രോശം, 32 മൈൽസ് ഉണ്ട്. ഇതിനകത്ത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ ബനിയൻ ട്രീ അപ്സൈഡ് ഡൗൺ ആണെന്നും അതിന്റെ റൂട്ട് അപ്പ് ആണെന്നും പറഞ്ഞ ആ അപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി കൃഷ്ണ ലോകമാണ്, സ്പിരിച്വൽ വേൾഡ് എന്ന് പറയാം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലിൽ പോകുമ്പം ഏറ്റവും ഉയർന്ന ലെവലിൽ അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നമുക്ക് ആർക്കും തന്നെ കൃഷ്ണന്റെ ഐശ്വര്യം വർണ്ണിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ നമ്മള് പൂർണിമയുടെ ദിവസം നമ്മള് 2 മരത്തിന്റെ ചില്ലകളുടെ ഇടയിലൂടെ ചന്ദ്രനെ കാണുമ്പോൾ ഒരു പോയറ്റിക് ആയിട്ടുള്ള ആള് വർണ്ണിക്കാൻ ശ്രമിക്കാന്ന് വെച്ചു ചന്ദ്രനെ. ഒന്നാമത് കാണുന്നത് പൂർണ്ണമായിട്ടല്ല, 2 ചില്ലകളുടെ ഇടയിലാണ്. പക്ഷെ അതിന്റെ ഭംഗി കണ്ടിട്ട് അതിനെ വർണ്ണിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുവോ അതുപോലെ ഞാൻ ഇപ്പൊ കൃഷ്ണന്റെ വർണ്ണന ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഭാഗവത്തിലെ പല ശ്ലോകങ്ങളും പറയാൻ തുടങ്ങി. അതിനുശേഷം കൃഷ്ണന്റെ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് മെയിൻ ഡൈറ്റീസ് ആയിട്ടുള്ള ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും ഇവരെല്ലാം തന്നെ കൃഷ്ണന്റെ കലയുടെ അംശത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പം കാരണദശായ വിഷ്ണു ആയാലും ക്ഷീരോദശായ വിഷ്ണു ആയാലും ഗർഭോദശായ വിഷ്ണു ആയാലും ഭഗവാന്റെ ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ അംശത്തിന്റെ ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ പല പല സ്ക്രിപ്റ്റേഴ്സ് ഉദ്ധരിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നത് മഹാവിഷ്ണു, പത്മനാഭ, ക്ഷീരോദശായ വിഷ്ണു. ഇവിടെ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ കാരണദശായ വിഷ്ണു, പത്മനാഭ എന്ന് വെച്ചാൽ ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു എന്ന് പറഞ്ഞാൽ അനന്തകോടി ലിവിങ് എൻറ്റിറ്റീസിൽ പരമാത്മാവായിട്ടിരിക്കുന്ന വിഷ്ണു. ഇവര് 3 പേരും എല്ലാത്തിൻ്റെയും പരമാത്മാവാണെന്ന് പറയാം. കാരണം ഇവര് 3 പേരും ഒരാൾ തന്നെയാണ്. എന്നാൽ ഈ 3 മഹാവിഷ്ണു, പത്മനാഭ, ക്ഷീരോദശായ വിഷ്ണു ആണ് ഈ എൻറ്റയർ യൂണിവേഴ്സിന്റെയും ഷെൽട്ടറെങ്കിലും അവരുടെ കലകളും അംശങ്ങളുടെ അംശവും ആക്ച്വലി കൃഷ്ണന്റെയാണ്. അതായത് കൃഷ്ണന്റെ അംശം അല്ലെങ്കിൽ അംശത്തിന്റെ അംശമാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ആരൊക്കെ? കാരണദശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു. ഇവരിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് എല്ലാം വരുന്നത്. അപ്പം ഭഗവാന്റെ ഐശ്വര്യം മനസ്സിലാക്കുക. കൃഷ്ണന്റെ ഗോലോക വൃന്ദാവനത്തില് കൃഷ്ണൻ സ്വന്തം പേഴ്സണൽ ഫ്രണ്ട്സുമായിട്ടും അച്ഛനും അമ്മയായിട്ട് നിത്യമായിട്ടും നിലനിൽക്കുക ചെയ്യുന്നത്. ഭഗവാന്റെ വൃന്ദാവനം എന്ന് പറയുന്നത് കൃഷ്ണന്റെ മെർസി, അതേപോലെ കോഞ്ചുകളായിട്ടുള്ള ലവിന്റെ അങ്ങേ അറ്റത്തെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള
അതായത് നമ്മൾ പാല് കുറുക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലം, ഒരു ഭഗവാന്റെ മെർസിയും മാധുരിമയും കുറുക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണ്, അതിനെയാണ് ആക്ച്വലി വൃന്ദാവനം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ വൃന്ദാവന ധാമം എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും കൽപ്പദ്രുമകളാണ്, മാണിക്യക്കല്ലുകളാണ്. അവിടെ ഐശ്വര്യം, അങ്ങേയറ്റം ഐശ്വര്യമുണ്ട്. പക്ഷേ അവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് വൈകുണ്ഠത്തിന് പോലും അതിശയിപ്പിക്കുന്ന ഐശ്വര്യമാണ്. എന്നാലും അവിടുത്തെ ഐശ്വര്യത്തിലല്ല ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രഭാവം ആൾക്കാർക്ക് ഒട്ടുമില്ല. അവിടെയുള്ളവരെല്ലാം മാധുര്യ രസത്തിലാണ് കൃഷ്ണനുമായിട്ട് ഇടപെടുന്നത്. ഇതാണ് വൈകുണ്ഠ ലോകവും വിഷ്ണു ലോകവും തമ്മിലുള്ള വ്യത്യാസം. വൃന്ദാവനത്തിന് താഴെ വിഷ്ണു ലോകമുണ്ട്. വിഷ്ണു ലോകത്തിലാണെങ്കിൽ അനവധി പ്ലാനറ്റ്സ് ആണ്. ഓരോ പ്ലാനറ്റിലും നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലുള്ള എക്സ്പാൻഷൻസിൽ ഉള്ള പ്രിസൈഡിങ് ഡൈറ്റീസ്, അതായത് അധിഷ്ഠാത ദേവതയുണ്ട്. ഈ നമ്മള് കൃഷ്ണലോകത്തെ കുറിച്ച് പറയുമ്പം ഏറ്റവും മുകളിലുള്ളത് ഗോലോക വൃന്ദാവനമാണ്. ഗോലോക വൃന്ദാവനത്തിനകത്ത് നമുക്ക് പോകുമ്പോൾ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്താണ്, അന്തർധാമത്തിലാണ് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഉള്ളത്. അവിടെ തന്നെ ഗോലോകത്തെ പലതായിട്ട് ഡിവൈഡ് ചെയ്തില്ല. അന്തർധാമത്തിലാണ് ചൈതന്യ മഹാപ്രഭു മായാപ്പുരുള്ളത്. ഇനി ആ ഗോലോകത്തില് ഒരു സ്ഥലത്ത് ഗോപിമാരും കൃഷ്ണനുമായിട്ട് ഉള്ള രാസക്രീഡയും അതൊക്കെ നടക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ഗോപന്മാരും കൃഷ്ണനും ബലറാമനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ഥലത്ത് കൃഷ്ണനും അമ്മയും അച്ഛനുമായിട്ട് ഉള്ള ലീലകൾ നടക്കുകയാണ്. ഇങ്ങനെ ഗോലോക വൃന്ദാവനത്തിൽ തന്നെ പല രീതിയിൽ മാധുര്യത്തെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് ഐശ്വര്യപൂർണമായിട്ടുള്ള മാധുര്യം കാണിക്കുന്നുണ്ട്, ഒരിടത്ത് വാത്സല്യപൂർണമായിട്ടുള്ള മാധുര്യം, അങ്ങനെ പല രീതിയിൽ. പക്ഷെ ഓവറോൾ നമ്മൾ എടുക്കുമ്പോൾ ഗോലോക വൃന്ദാവനത്തില് ഐശ്വര്യം മാക്സിമം ഉണ്ടെങ്കിലും ഭഗവാന്റെ മധുരിമയാണ് എല്ലാത്തിനെയും ഓവർടേക്ക് ചെയ്ത് നിൽക്കുന്നത്. അവിടെ തന്നെ ഇത് ഗോലോക വൃന്ദാവനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങും വരുമ്പം പിന്നെയുള്ളത് മധുരാധാമം. മധുരാധാമത്തിലും അതിന് താഴെയുള്ള ദ്വാരകാധാമത്തിലും കൃഷ്ണൻ ഐശ്വര്യ സമ്പന്നനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം പറഞ്ഞ പോലെ ഓരോ ധാമത്തിൽ താഴോട്ട് വരുമ്പം ഐശ്വര്യം കുറഞ്ഞു വരും. പക്ഷേ മധുരയിലെ മധുരിമ കുറച്ചുണ്ട്. ദ്വാരകയിലെത്തുമ്പം മധുരിമ കുറച്ചും കൂടെ കുറയുന്നു. പക്ഷെ മധുരിമയെ ചേർന്ന ഐശ്വര്യമാണ് ഇത് രണ്ടിലും വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വൈകുണ്ഠത്തിലെത്തുമ്പോഴത്തേക്ക് അവിടെ മധുരിമ ഇല്ലാതെ ഐശ്വര്യം മാത്രമാണ് നിലനിൽക്കുന്നത്. ഐശ്വര്യത്തിലാണ് സമ്പൂർണ്ണമായിട്ടും, നേരത്തെ പറഞ്ഞ പോലെ കുറുകിയിരിക്കുന്ന പോലെ ഐശ്വര്യം കുറുകിയിരിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. മറ്റിടത്ത് ഐശ്വര്യത്തിന്റെ ഭണ്ഡാരമായിട്ട് കുറുകിയിരിക്കുകയാണെങ്കിലും പക്ഷെ അതിനെയും കവച്ചു വെക്കുന്ന രീതിയിൽ മാധുര്യമ ഇരിക്കുന്നത് കാരണം ആ മാധുര്യമാണ് എടുത്ത് കാണാൻ പറ്റുന്നത്. അത് മധുരാധാമത്തിലായാലും ദ്വാരകാധാമത്തിലാണെങ്കിലും. ഇതിന് രണ്ടിനും താഴെയാണ് അയോധ്യാധാമം ഇരിക്കുന്നത്. അയോധ്യാധാമം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ സ്ഥലം. അവിടെ നിന്നും താഴോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് വൈകുണ്ഠ ലോകമുള്ളത്. വൈകുണ്ഠ ലോകത്തിൽ നിന്ന് താഴെ പോകുമ്പം മഹേശധാമമുണ്ട്. മഹേശധാമം എന്ന് പറയുന്നത് ഭഗവാൻ സദാശിവൻ വസിക്കുന്ന കൈലാസം. അതിന് താഴെ ബ്രഹ്മജ്യോതിസ്. അതിന് താഴെയാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ദേവീധാമം എന്ന് പറയുന്ന ഭൗതിക ലോകം തന്നെ ഇരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിലെ വിരജാ നദിയുണ്ട്. ഈ വിരജാ നദി ആക്ച്വലി ഭഗവാന്റെ വിയർപ്പിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിരജാ നദി വളരെ പുണ്യമായിട്ടുള്ള നദിയാണ്. ഈ വിരജാ നദിയുടെ താഴെ മേളില് ആത്മീയ ലോകവും താഴെ ഭൗതിക ലോകവുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ മേളിലിരിക്കുന്നതിനെ പരവ്യോമ എന്ന് പറയും. അതാണ് നമ്മൾ സാധാരണ സ്ക്രിപ്റ്റേഴ്സിൽ പരവ്യോമം എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള വിരജാ നദിയുടെ ഒരു സൈഡത്തെ എറ്റേണലും ഒരു സൈഡ് മെറ്റീരിയൽ വേർഡാണെന്ന് പറഞ്ഞു. അവിടെ അൺലിമിറ്റഡ് യൂണിവേഴ്സസ് ഈ വിരജ നദിയിൽ അല്ലെങ്കിൽ കാരണാദോഷ ഓഷ്യനിൽ നടക്കുകയാണ് ചെയ്യുന്നത്, തത്തി കളിക്കുകയാണ് ചെയ്യുന്നത്. ആ ധാമത്തെയാണ് ദേവീധാമം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഭൗതികമായിട്ടുള്ള
ബന്ധപ്പെട്ട ജീവാത്മാക്കളെ എല്ലാം പിടിച്ച് ശിക്ഷയ്ക്ക് എന്ന പോലെ ജയിലിൽ വെച്ചേക്കുന്നത് ഭഗവാൻ. ഇതിന്റെ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയാണ്. എന്നാൽ ഈ ഗോലോകധാമത്തെ ആവട്ടെ, വൈകുണ്ഠധാമത്തെ ആവട്ടെ, മഹേശധാമത്തെ ആവട്ടെ, ദേവിധാമത്തെ ആവട്ടെ, അല്ലെങ്കിൽ പരവ്യോമത്തെ ആവട്ടെ, ഗോലോക വൃന്ദാമത്തെ ആവട്ടെ, ദേവിധാമം, എല്ലാത്തിൻ്റെയും അധിപൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, വേറെ ആരുമില്ല. ഒന്നാലോചിക്കുക, ഈ കൃഷ്ണനാണ് വെണ്ണ കട്ട തിന്നത്. ഒന്നാലോചിക്കുക. അപ്പൊ എത്രമാത്രം ഭഗവാൻ നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ലോകം എന്ന് പറയുന്നത് 3/4 ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ 1/4 ഈ സൃഷ്ടിയുടെ. ഈ ആത്മീയ ലോകം 3/4 ഉള്ളതാണ് ത്രിപാദ ഭൂത എന്നാണ് പറയുന്നത്. ഇനി ഈ യൂണിവേഴ്സില് ഭഗവാൻ, നമ്മുടെ യൂണിവേഴ്സില് ഒരിക്കൽ ഭഗവാൻ ദ്വാരകയില് എന്താ പറയണ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ കാണാൻ വന്നു. ഒന്ന് ആലോചിക്കുക, ഈ ബ്രഹ്മദേവനെ ചെറുപ്പത്തില് വൃന്ദാവനത്തിൽ വെച്ച് ബ്രഹ്മവിമോഹന ലീല കാണിച്ച് തൻ്റെ അഹങ്കാരവും തൻ്റെ ക്വസ്റ്റ്യനെല്ലാം തീർത്തു കൊടുത്തത് ഭഗവാനാണ്. പക്ഷെ ദ്വാരകയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മദേവൻ വന്നു ഒരിക്കൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് അടുത്ത്, കാവൽക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രഹ്മദേവൻ വന്നിട്ടുണ്ട്, അറിയിക്കുക, കൃഷ്ണൻ്റെ അടുത്ത് അറിയിക്കുക, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പം വാതിൽക്കല് കാവൽ നിൽക്കുന്ന ആള് ചെന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പം കൃഷ്ണൻ ചോദിച്ചു, ഏത് ബ്രഹ്മാവാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പം കാവൽക്കാരൻ തിരിച്ചു വന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്, ഏത് ബ്രഹ്മാവാണെന്ന് ചോദിച്ചു കൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ബ്രഹ്മദേവന് വളരെയധികം അതിശയമായി, ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഏത് ബ്രഹ്മാവാണെന്ന്, ഞാൻ ചതുർമുഖ ബ്രഹ്മാവാണ് എന്ന് പറയൂ എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരന് തല 4 ഉണ്ട്, അപ്പൊ അതിൽ അഹങ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ചതുർമുഖനാണെന്ന്. അപ്പൊ തിരിച്ച് കാവൽക്കാരനെ അകത്ത് കയറുകയും, അപ്പോൾ ഉടനെ ബ്രഹ്മദേവന്റെ അടുത്ത് കാവൽക്കാരൻ്റെ അടുത്ത് കൃഷ്ണൻ സ്മൈൽ ചെയ്തിട്ട് അകത്തോട്ട് വരാൻ പറയുകയും ചെയ്തു. അപ്പൊ ബ്രഹ്മാവ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് വന്നത് ഭഗവാൻ, എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചു. അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, ഓക്കെ, ഞാൻ അത് പറയാം, തീർച്ചയായിട്ടും പറയാം, പക്ഷേ ഫസ്റ്റ് എനിക്ക് പറയണം, ഞാൻ ഇവിടെ വന്നപ്പം ഏത് ബ്രഹ്മാവാണെന്ന് ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. കാരണം ഈ ബ്രഹ്മാണ്ടത്തിലെ ഒരു ബ്രഹ്മാവല്ലേ ഉള്ളൂ, പിന്നെ ഏത് ബ്രഹ്മാവാന്ന് ചോദിക്കുന്നത് എന്തിനാണ്, അതിന്റെ ആ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഭഗവാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റിനകം അവിടെ ബ്രഹ്മദേവൻ നോക്കുമ്പോൾ, നമ്മുടെ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മദേവൻ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും തൻ്റെ പോലെയുള്ള അന്നപ്പറവയുടെ മണ്ടയിൽ പലതരത്തിലുള്ള പല സൈസിലുള്ള ബ്രഹ്മദേവന്മാരെ അവിടെ എത്തിയേക്കുന്നു. എണ്ണാൻ പറ്റുന്നില്ല പുള്ളിക്കാരന്. ഓരോ ബ്രഹ്മദേവന്റെയും തല നോക്കുമ്പം ചില ബ്രഹ്മദേവന് 1000 തല, ചിലതിന് 1,000,000 തല, ചിലതിന് 1 കോടി തലകൾ. അപ്പൊ ഇത് കണ്ടിട്ട്, എത്ര തലയുണ്ടെന്ന് കണ്ടിട്ട് തന്നെ ഈ നമ്മുടെ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മദേവന് തല കറങ്ങാം. ഇതേപോലെ തന്നെ ബ്രഹ്മദേവൻ മാത്രമല്ല വന്നത്, ശിവന്മാരും പലതരത്തിലുള്ള പല തലകളുള്ള ശിവന്മാര്. നമ്മുടെ ശിവന് പഞ്ചമുഖനാണ്, 5 മുഖമാണുള്ളത്, 5 മുഖമുള്ള. അങ്ങനെയുള്ള നമ്മുടെ ശിവനെ കുറിച്ച് ബ്രഹ്മദേവൻ അറിയാം. പക്ഷെ ഇവിടെ നോക്കുമ്പം അൺലിമിറ്റഡ് ഹെഡ്സ് ആയിട്ട്, ചിലർക്ക് കോടിക്കണക്കിന് തലകൾ, ചിലർക്ക് 1000, 10,000, മില്യൺസ് അങ്ങനെ തലകളുള്ള ശിവന്മാർ വന്നു. അതും പോരാഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം കുറച്ച് ഇന്ദ്രന്മാരും വരുന്നു. അവർക്ക് 10,000 കണക്കിന് കണ്ണുകളാണ് ശരീരം കംപ്ലീറ്റ് ഉള്ളത്. അങ്ങനെയുള്ള ശരീരം വെച്ചുകൊണ്ട് ഇന്ദ്രന്മാരും വരുന്നു, പല സൈസിലുള്ളത്. അപ്പൊ പുള്ളിക്കാരന് കംപ്ലീറ്റ് മനസ്സിലായില്ല എന്താ നടക്കുന്നതെന്ന്. അപ്പൊ ഇവരെല്ലാം
കണ്ടിട്ട് ഇവരെല്ലാം ഭഗവാനെ നമിക്കുന്നു. ഭഗവാനെ നമിക്കുന്ന കണ്ടപ്പോൾ, ഇങ്ങനെ തല കുനിക്കുന്ന കണ്ടപ്പോൾ തലയിൽ നിന്ന് ഹെൽമെറ്റ് എല്ലാം താഴെ വീഴുന്നു. ആ ഹെൽമെറ്റ് ഉരുണ്ട് 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 പോകുന്നുണ്ട് പലയിടത്തോട്ട്. അതൊന്നും വകവയ്ക്കാതെ ഭഗവാനെ നമിക്കുകയും പിന്നെ അതിനുശേഷം എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കണ്ടപ്പോൾ തന്നെ ബ്രഹ്മദേവന് മനസ്സിലായി, തലകറക്കാൻ തുടങ്ങി എന്താണ് നടക്കുന്നതെന്ന്. എങ്ങനെ ഭഗവാന്റെ ഐശ്വര്യത്തെ മനസ്സിലാക്കും? ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അധിപനായിട്ടിരിക്കുന്ന ബ്രഹ്മദേവന്, ഞാൻ മാത്രമാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടിരുന്ന ആൾക്ക് ഇത്രയും ബ്രഹ്മദേവന്മാരെയും ഇത്രയും ശിവന്റെ വിസ്തരണങ്ങളെയും ഇത്രയും ഇന്ദ്രന്മാരെയും കണ്ടപ്പോഴത്തേക്ക് കംപ്ലീറ്റ് തലകറങ്ങാൻ തുടങ്ങി. ആ ഹെൽമെറ്റ് വീഴുന്ന സൗണ്ട് തന്നെ പുള്ളിക്കാരന് പേടിയായി, അത്രയ്ക്കായി. അപ്പൊ അവരെല്ലാവരും തന്നെ, ശിവനായാലും ബ്രഹ്മനായാലും ഇന്ദ്രനായാലും കൈ കൂപ്പുകയോടെ ഭഗവാന്റെ അടുത്ത് ചോദിക്കണം, എന്തിനാണ് അങ്ങ് ഞങ്ങളെ വിളിച്ചത്? എന്തായാലും ഞങ്ങൾക്കതൊരു വളരെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു സന്ദർഭമായി. അങ്ങയുടെ പാദപത്മം കാണാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും അങ്ങ് നമ്മളെ വിളിച്ചതിനർത്ഥം അങ്ങ് എന്നെ അങ്ങയുടെ സേവകനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ വിളിച്ചത്. ഇനി എന്തായാലും അങ്ങ് പറയൂ, ആജ്ഞാപിക്കൂ, അങ്ങക്ക് എന്താണ് വേണ്ടത്, ഞാൻ ഇപ്പം കാണിച്ചു തരാം, ഇപ്പം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വെറുതെ എല്ലാവരെയും നോക്കി സ്മൈൽ ചെയ്തിട്ട് പറഞ്ഞു, ഓക്കെ, എനിക്ക് നിങ്ങളെ എല്ലാം ഒന്നിച്ച് കാണണം എന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഹാപ്പിയാണല്ലോ, നിങ്ങളെല്ലാം സ്വസ്ഥമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അസുരന്മാർ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അവരെല്ലാം പറഞ്ഞു, ഇല്ല, അങ്ങയുടെ മെർസിയാൽ എല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് അവതരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഈ ഓരോ ബ്രഹ്മന്മാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ അധീനതയിലുള്ള ബ്രഹ്മാണ്ടത്തിലാണ് താമസിക്കുന്നത്. ഇതാണ് ദ്വാരകയുടെ മഹിമ. ഇതേ സമയം കൃഷ്ണൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചതുർമുഖ ബ്രഹ്മന് മറ്റുള്ള ബ്രഹ്മന്മാരെ കാണാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ് കാണിച്ചത്. അപ്പം ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ചതുർമുഖ ബ്രഹ്മന് കൃഷ്ണന്റെ ഐശ്വര്യം മനസ്സിലായി. അപ്പൊ ദ്വാരകയുടെ ഐശ്വര്യം ഇത്രയും മനസ്സിലാക്കിയപ്പം ചതുർമുഖ ബ്രഹ്മന് ഇനിയൊന്നും പറയാനില്ല എന്നായി. ഭഗവാൻ എല്ലാവരെയും തിരിച്ചയച്ചു വിട്ടു. അവരവരുടെ ബ്രഹ്മലോകത്തോട്ട്. ഒരാളെ പരസ്പരം കാണാനും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അവരെല്ലാം വിചാരിക്കുന്ന ഓരോ ബ്രഹ്മനും ഒരു ശിവനും ഒരു ഇന്ദ്രനും ഉള്ളെന്ന്. എന്നാൽ ചതുർമുഖ ബ്രഹ്മനെ എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം കൃഷ്ണൻ കൊടുക്കുകയും അതോടുകൂടി ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മദേവന് വളരെ എളിമയാവുകയും ചെയ്തു. അപ്പൊ ബ്രഹ്മദേവനോട് വെച്ച് പറഞ്ഞു, നേരത്തെ ഞാൻ അറിവിൽ മനസ്സിലാക്കിയിരുന്നു, ഇപ്പോൾ ഞാനത് സ്വന്തമായിട്ട് പേഴ്സണലി എനിക്കത് കാണാനുള്ള ഒരു അവസരം കിട്ടി. എന്നിട്ടാണ് ആ സമയത്താണ് ബ്രഹ്മദേവൻ പറയുന്നത്, ചിലർ പറയും എനിക്ക് കൃഷ്ണനെ കുറിച്ച് എല്ലാം അറിയാം, എന്നാൽ എനിക്കങ്ങനെ പറയാനേ പറ്റില്ല. എൻ്റെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എനിക്ക് ഭഗവാനെ ഒരു ഭഗവാന്റെ ഐശ്വര്യത്തിന്റെ ഒരംശം പോലും എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഇത് ഭാഗവതത്തിലുള്ള ഒരു വേഴ്സാണ്. അപ്പൊ എന്നിട്ട് കൃഷ്ണൻ അപ്പം പറഞ്ഞു, ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് 4 ബില്യൺ മൈൽസിന് തുല്യമാണ്. ഇത് ഏറ്റവും ചെറിയ ബ്രഹ്മാണ്ടമാണ്. അതുകൊണ്ട് നിനക്ക് 4 ശിരസ്സുകളുണ്ട്. ചില ബ്രഹ്മാണ്ടങ്ങൾക്ക് 1 ബില്യൺ യോജന ഡയമീറ്റർ ഉണ്ട്, ചിലതിന് ട്രില്യൺ ഉണ്ട്, ചിലതിന് അതിനെക്കാളും കൂടുതലുണ്ട്, എണ്ണാൻ പറ്റാത്തത്. ഇതെല്ലാം തന്നെ പല അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം സൈസ് അനുസരിച്ച് ബ്രഹ്മദേവന്റെ തലകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അധിപനാണ്. ഒരാൾക്കും എൻ്റെ ഭൗതിക ലോകത്തിന്റെ തന്നെ വീതിയും വിസ്തീർണവും ലെങ്തും നിർണയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഭൗതിക ലോകം എന്ന് പറയുന്നത് എൻ്റെ സൃഷ്ടിയുടെ കാൽപാദമേ ഉള്ളൂ, ഏകപാദ വിഭൂതിയാണ്. അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ 3/4 കാര്യം പറയണമുണ്ടോ? എന്നിട്ട് കൃഷ്ണൻ തന്നെ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുന്നു, വിരജാ നദിയുടെ അപ്പുറത്ത് എൻ്റെ സ്പിരിച്വൽ വേൾഡ്, അവിടെ ഒരിക്കലും നാശം സംഭവിക്കില്ല.
സംഹാരം എന്നൊരു സാധനം ഇടയില്ല. ഇത് പത്മപുരാണം കോട്ട് ചെയ്ത് ചൈതന്യ മഹാപ്രഭു പറയുന്ന കാര്യം. എന്നിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് പറഞ്ഞു, പോയി വിഷമിക്കാതെ പോയി ധൈര്യമായിട്ട് നീ നിന്റെ ജോലികൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവന് വിട പറഞ്ഞ് കൃഷ്ണൻ, ആ കൃഷ്ണന്റെ മഹത്വം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ കൃഷ്ണന്റെ പൊട്ടൻസീസ് പറയുമ്പം ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധാമം തന്നെയാണ്. ത്രയീധരീശ്വരനാണ്. 3 ഗുണങ്ങൾ ത്രയീധരീശ്വരനെ പ്രഭുപാദരാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 ഗുണങ്ങൾ, 3 ലോകങ്ങളുടെയും അധിപനാണ്. ഏതൊക്കെ ലോകത്തിൻ്റെയാ? ഗോലോകം, മധുര, ദ്വാരക. ഈ 3 ലോകത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള ഈശ്വരനാണ്, കൺട്രോളറാണ് കൃഷ്ണൻ. അതേപോലെ തന്നെ ഭൗതിക ലോകത്തെയും ദേവീധാമത്തിൻ്റെയും മഹേശധാമത്തിൻ്റെയും കൺട്രോളറാണ്. അപ്പം എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താലും എല്ലാത്തിൻ്റെയും കൺട്രോളർ എന്ന് പറയുന്നത് കൃഷ്ണനല്ല, വേറെ ഒന്നുമില്ല. കൃഷ്ണന് അതേപോലെ തന്നെ ഷഡ് ഐശ്വര്യമുള്ളതാണ്. 6 ഐശ്വര്യങ്ങൾ പൂർണ്ണതയിലുള്ള ആളാണ് കൃഷ്ണൻ. ഭഗവാന്റെ സ്പിരിച്വൽ പൊട്ടൻസീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാൻ വിഭാവന ചെയ്യുന്നതിന് മുമ്പേ അത് തീർത്തിരിക്കും, അത് നടത്തിത്തീർക്കും. അവര് പൊട്ടൻസീസ് തമ്മിൽ മത്സരമാണ്, ആരത് ചെയ്യും എന്നുള്ള രീതിയിൽ. ഈ അൺലിമിറ്റഡ് പൊട്ടൻസീസ് ഒരു നെക്ടറിന്റെ ഓഷ്യനെ പോലെയാണ്. അതിനകത്ത് ഒരു ഡ്രോപ്പ് മാത്രമേ വർണ്ണിക്കാൻ പറ്റൂ. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ മധുരത്തെക്കുറിച്ച് പറഞ്ഞ് ഒടുവിൽ ചൈതന്യ മഹാപ്രഭുവിന് കൃഷ്ണ കോൺഷ്യസ്നെസ് മൂർധന്യാവസ്ഥയിലെത്തി. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു ഭാഗവതത്തിലെ പല പാസ്റ്റ് ടൈംസും പറഞ്ഞതിന് ശേഷം കൃഷ്ണന്റെ ഓർണമെന്റ്സിനെ കുറിച്ചും കൃഷ്ണന്റെ ബ്യൂട്ടിയെക്കുറിച്ചും വർണ്ണിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ലക്ഷ്മീപതിയുടെ, അതായത് ലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആളാണ്, സ്ത്രീയാണ്. അവരുടെ പതി, അവരുടെ ഹസ്ബൻഡിന് ലക്ഷ്മിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ലക്ഷ്മി പതിയുടെ മനസ്സിൽ ഇരിക്കുന്നത് കൃഷ്ണന്റെ ഐശ്വര്യത്തെക്കുറിച്ചാണ്, കൃഷ്ണന്റെ ഭംഗിയെക്കുറിച്ചാണ്. അപ്പൊ ഒന്ന് അറിയുക, കൃഷ്ണന്റെ സൗന്ദര്യം വിഷ്ണുവിനെ പോലും ആകർഷിക്കുന്നതാണ്. കൃഷ്ണന്റെ അതിനുശേഷം കൃഷ്ണന് എന്തെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നത്, അതായത് കൃഷ്ണൻ വൃന്ദാവനത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാ പക്ഷി ലതാ ബീജങ്ങൾ തന്നെ ഭഗവാൻ കൃഷ്ണനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഉള്ള ജീവജാലങ്ങളുടെ എല്ലാം കണ്ണ് കൃഷ്ണനിൽ മാത്രമേ വരികയുള്ളൂ. കൃഷ്ണനെ കണ്ടിട്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരാണ് ധാരധാരയായിട്ട് വീഴുക ചെയ്യുന്നത്. നമുക്കറിയാം, കുറച്ച് വളരെ അധികം ആനന്ദം വരുമ്പോൾ നമ്മൾ കരയും, അതേപോലെ. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ ആഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണൻ ഒരു പേൾ നെക്ലസ് നിറക്കി, അത് ഒരു വെള്ള മുത്തുക്കല്ല് പേള് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതേപോലെ പീക്കോക്ക് ഫെദർ മുടിയിൽ ചൂടുകയും മഞ്ഞപ്പട്ടുടയുടെ ധരിക്കുകയും, ഇങ്ങനെയുള്ള ഒരു കൃഷ്ണൻ ഒരു മഴക്കാറ്, പുതിയതായിട്ടുള്ള മഴക്കാറിന്റെ നിറത്തിലാണ് വർണ്ണിക്കുന്നത്. ഇവിടെ നിന്നും ആ മഴക്കാറിൽ നിന്നും വീഴുന്ന മഴ എന്ന് പറയുന്നത് ഭഗവാന്റെ നെക്ടേറിയൻ പാസ് ടൈംസ് ആണ്. അത് വീണിട്ട് മുളയ്ക്കുന്ന സീഡ് എന്ന് പറയുന്നത് ഗോപിമാരുടെ കൃഷ്ണാവബോധമാണ്. അപ്പൊ എങ്ങനെയാണോ ഭൂമി, ഒരു ഫെർട്ടൈലായിട്ടുള്ള ഭൂമി മഴയെ തൻ്റെ മടിയിലോട്ട് സ്വീകരിക്കുന്നത്, അതേപോലെ ഗോപികമാരെല്ലാവരും കൃഷ്ണനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണന്റെ എന്താ പറയുക, മധുരിമയുടെ പൂർണ്ണ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ടോപ്പ് മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താ പറയണ രാസലീലയാണ്. അത് കൃഷ്ണനും ഗോപികുമാരും തമ്മിലുള്ള അവരുടെ ഭക്തിപുരസരമായിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. ഇത് സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല.
ശ്രീദേവ് ഗോസ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് എല്ലാം പുണ്യം ചെയ്തിട്ടാണ് ഈ ഗോപികമാർ ജനിച്ചേക്കുന്നത്. അവര് തൻ്റെ കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഈ സൗന്ദര്യത്തെ കുടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഏറിയാൽ നോക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശ്രദ്ധ അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷെ ഗോപിമാരുടെ ശ്രദ്ധ ഫുൾ ടൈം ആ ഒരു കൃഷ്ണനെ കുറിച്ചാണ്. കാരണം എന്താ, രാവിലെ എഴുന്നേറ്റ് തന്നെ കൃഷ്ണൻ വനത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് രാവിലെ. അപ്പൊ ആ സമയത്ത് ഗോപിമാരെല്ലാം ജനൽ വഴി നോക്കണം. അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ജോലി ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ അവരെ വഴക്ക് പറയും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്തു വെക്കും. ജോലി ചെയ്യുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഭഗവാനെ കാണണം എന്നുള്ള ചിന്തയിലാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ കാണുമ്പോൾ അയ്യോ, അവർ ഫുള്ളി കൃഷ്ണൻ വന്ന് അവരുടെ കണ്ണിൽ പതിയുന്ന ദൂരത്ത് നിന്ന് അത് അടുത്ത് വന്ന് ദൂരെ പോകുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെയും വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ജോലികളെല്ലാം തീർക്കുകയാണ്. എന്തിനാണ്? വൈകുന്നേരം കൃഷ്ണൻ മടങ്ങി വരുമ്പോൾ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ആൾക്കാരുടെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് കൃഷ്ണന്റെ ശരീരം കാന്തി എന്ന് പറയുന്നത്. എന്തിന്? വിഷ്ണുവിനെ പോലും ആകർഷിക്കുന്നതാണ്. അപ്പം കൃഷ്ണന്റെ ശരീരകാന്തിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ബ്യൂട്ടി, ഹ്യൂമിലിറ്റി, മെർസി, മെറിറ്റ്, പേഷ്യൻസ്, എക്സ്പേർട്ട് ഇന്റലിജൻസ്, ഇതെല്ലാം തന്നെ, അതായത് നമ്മൾ എന്തെല്ലാം ഗുണങ്ങളും നമുക്ക് നല്ലത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ കൃഷ്ണന്റെ കയ്യിലുണ്ട്. ഇതുപോലെ തന്നെ നല്ല എല്ലാ ബിഹേവിയേഴ്സും, മൈൽഡ്നെസ്, മാഗ്നാനിമിറ്റി, ഇതെല്ലാം ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ 6-9 ക്യാരക്ടേഴ്സ് ഇത് നാരായണനിൽ പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ വേദവ്യാസന്റെ അച്ഛനായിട്ടുള്ള പരാശര മുനിയാണെങ്കിൽ വർണ്ണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 50 ഫുൾ ക്വാളിറ്റീസ് ബ്രഹ്മദേവനിലും 55 ശിവനിലും 60 ക്വാളിറ്റീസ് നാരായണനിലും ഉണ്ട്. ബാക്കി 5 ക്വാളിറ്റീസ് ഇല്ലെന്നാ പറയുന്നത്. ഇവിടെ ചൈതന്യ മഹാപ്രഭു അതിനെ കുറച്ചുകൂടെയും വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി കാരണമാണ് ഗോപിമാര് തൻ്റെ ഈ രാവിലെ വന്ന് കൃഷ്ണനെ കണ്ടു പോകുന്ന ഒരു നിമിഷം, അതേപോലെ വൈകുന്നേരം വന്നിട്ട് കൃഷ്ണൻ പോകുന്ന വഴി, ആ വഴിക്കിടയിൽ കാണുന്ന ഒരു ഗ്ലിംസ് മാത്രമാണ് ഗോപിമാർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഗോപിമാര് ബ്രഹ്മദേവനെ കുറ്റപ്പെടുത്തുന്നത്. കാരണം ബ്രഹ്മദേവൻ തൻ്റെ പണി ചെയ്യാൻ അറിയത്തില്ല. ഞങ്ങളുടെ കണ്ണില് ഒരു ഇമ വെട്ടുന്ന ഒരു കൺപോള തന്നിട്ടുണ്ട്. ഈ കൺപോള എന്ന് പറയുന്നത് റോങ് ഡിസൈനാണ്. ആകപ്പാടെ കിട്ടുന്ന 1 സെക്കൻഡാണ് കൃഷ്ണനെ കാണാൻ പറ്റുന്നത്. അതിനിടയിൽ തന്നെ കൺപോള പല പ്രാവശ്യം അടയും. നമുക്ക് നമ്മുടെ കൺപോളകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതേപോലെ പല പ്രാവശ്യം നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നോക്കുകയോ ഇഷ്ടമുള്ള ഒരു കാര്യം കാണുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ എന്തൊക്കെ ചെയ്യുമ്പോഴും കൺപോള ഓട്ടോമാറ്റിക്കലി അടയും. അതിനെ കുറിച്ച് ആരും കംപ്ലൈന്റ് ചെയ്യാറില്ല. എന്നാൽ ഇവിടെ ഗോപിമാര് കംപ്ലൈന്റ് ചെയ്യുക ചെയ്യുന്നത്, കൺപോള കാരണം എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൃഷ്ണന്റെ അടുത്തുള്ള ആസക്തി നമുക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാണ്. അപ്പൊ ഗോപിമാര് നമ്മളെപ്പോഴും സാധാരണ സ്ത്രീകളായിട്ട് കൺസിഡർ ചെയ്യുകയും ഗോപിമാരുടെ ഭക്തി നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ രാസക്രിയയെക്കുറിച്ച് കളിയാക്കുകയും ചെയ്യും. പല പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളും പറയാറുണ്ട്, നിങ്ങളുടെ കൃഷ്ണൻ എന്ത് വേണമെങ്കിലും ആകാം, കൃഷ്ണൻ ചെയ്ത് കഴിഞ്ഞാൽ അത് രാസലീല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാടില്ല. എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി ഭൗതികമായിട്ടുള്ള ആൾക്കാരുടെ. പക്ഷെ രാസലീല എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് പറയത്തില്ല. ഭഗവാനും ഭക്തനുമായിട്ടുള്ള പൂർണ്ണമതയിലുള്ള മാധുര്യ സേവയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും കൃഷ്ണന്റെ ശരീരത്തിനെ കുറിച്ച് ചൈതന്യമാവ് കുറച്ചുകൂടെയും വർണ്ണിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചു പോവാം നമുക്ക്. ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത് ചന്ദ്രന്മാര് എല്ലാം കൂടെ നിന്നാലും അവരിലും
അതിനെക്കാട്ടിലും ശോഭ, എല്ലാ ചന്ദ്രന്മാരും ഒന്നിച്ചു വന്നു നിന്നാലും അതിനെക്കാട്ടിലും ശോഭയുള്ളതാണ് ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് അത് ചന്ദ്രന്മാരുടെ രാജാവും, ശരീരം എന്ന് പറയുന്നത് സിംഹാസനവുമാണ്. അങ്ങനെ ഭഗവാൻ ചന്ദ്രന്മാരുടെ രാജാവാണെന്ന് പറയാം. ഭഗവാന്റെ 2 കവിൽ തടങ്ങൾ അത് ഗ്ലോയിങ് ജെംസ് ആണ്. അവർ രണ്ടുപേരും പൂർണ്ണ ചന്ദ്രനെ പോലെ ശോഭിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം ഒരു അർദ്ധചന്ദ്രനെ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അർദ്ധചന്ദ്രനായിട്ടുള്ള നെറ്റിത്തടത്തിൽ ഒരു ചന്ദനത്തിൻ്റെ ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിനെ, അതായത് അർദ്ധചന്ദ്രനായിട്ടിരിക്കുന്ന നെറ്റിത്തടത്തിൽ അകത്ത് ഒരു ചന്ദനത്തിൻ്റെ കൊണ്ടുള്ള സ്പോട്ടിനെ, അതിനെ വേറൊരു പൂർണ്ണചന്ദ്രനായിട്ട് നമുക്ക് പറയാം. ഭഗവാന്റെ കൈ നഖങ്ങൾ അതും പല പൂർണ്ണചന്ദ്രന്മാരാണ്. അത് അവര് ഭഗവാൻ ഫ്ലൂട്ട് ഇങ്ങനെ ഊതുന്ന സമയത്ത് നഖങ്ങളെ പല പൂർണ്ണചന്ദ്രന്മാര് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതായിട്ട് തോന്നും. ഈ ഡാൻസിന്റെ മെലഡിയാണ് ഓടക്കുഴലിൽ നിന്ന് വരുന്ന നാദം. അദ്ദേഹത്തിന്റെ കാലിലുള്ള നഖങ്ങളാണ് അതും കയ്യിലുള്ള നഖം പോലെ തന്നെ പല പൂർണ്ണചന്ദ്രന്മാരൊന്നിച്ചുള്ളതാണ്. അവ ഭൂമിയിൽ നൃത്തമാടുക ചെയ്യുന്നത്. ഈ നൃത്തത്തിന്റെ കൂടെ ഭഗവാന്റെ ഒരു സുഖദേവ് ഗോസ്വാമി പറയണത്, ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രന്മാരുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഭഗവാന്റെ മുഖം ചന്ദ്രനെ പോലെ, ഭഗവാന്റെ നഖം ചന്ദ്രനെ പോലെ, ഭഗവാന്റെ പല്ല് ചന്ദ്രനെ പോലെ, ഭഗവാന്റെ കവിൽത്തടങ്ങൾ ചന്ദ്രനെ പോലെ, നെറ്റി അർദ്ധചന്ദ്രനെ പോലെ, ഇങ്ങനെ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രന്മാരുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണെന്ന് പറയും. ഇങ്ങനെയുള്ള കൃഷ്ണന്റെ മധുരിമ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഭഗവാന്റെ കണ്ണുകൾ നോക്കുകയാണെങ്കിൽ ചുവന്നു തുടുത്ത റെഡിഷ് ആയിട്ടുള്ള നല്ല വീതിയിൽ തുറന്നിരിക്കുന്ന കണ്ണുകളാണ്. അവ രാജാവിൻ്റെ മിനിസ്റ്റേഴ്സ് പോലെയാണ്. ഈ കണ്ണുകള് കാമദേവനെ പോലും തോപ്പിക്കും. അങ്ങനെയുള്ള കണ്ണുകളാണ് ഭഗവാൻ കൃഷ്ണനുള്ളത്. നമുക്കറിയാം, രാധാരമണന്റെയൊക്കെ കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര ആകർഷണമാണ് തോന്നുന്നത്. വേറെ നമുക്കൊന്നും നോക്കാനേ തോന്നുന്നില്ല. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു വർണ്ണിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഭക്തിയുത സേവനം വഴി ഭഗവാന്റെ കൃഷ്ണന്റെ മുഖം കാണാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഒന്ന് ആലോചിക്കുക. കിട്ടിയെന്ന് വയ്ക്കുക. ചൈതന്യ മഹാപ്രഭു ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സുഖദേവ് ഗോസ്വാമി ഉപയോഗിക്കുന്നത്, എത്രമാത്രം നമ്മുടെ 2 കണ്ണുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റും. നമ്മുടെ ഭഗവാന്റെ മുഖം കണ്ടു കഴിഞ്ഞാലുള്ള നമ്മുടെ ആകാംക്ഷ തീർച്ചയായിട്ടും വർദ്ധിക്കത്തേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ശരിക്കുള്ള അമൃത് കൊണ്ടു തന്നാൽ പോലും നമുക്കത് താല്പര്യം തോന്നത്തില്ല. അത് ആ സമയത്താണ് നമുക്ക് 2 കണ്ണ് തന്നതിനെ നമ്മൾ ബ്രഹ്മദേവനെ പഴിക്കുന്നത്. ഒരാൾക്ക് ആ സമയത്ത് വിചാരിക്കും, ഇന്ദ്രദേവൻ എത്രയോ നല്ലതാണ്, ഇന്ദ്രദേവന് ശതകോടി കണ്ണുകളുണ്ട്, ആ കണ്ണിലൂടെ എല്ലാം കൃഷ്ണനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് 2 കണ്ണല്ലേ ഉള്ളൂ എന്നുള്ള ഒരു വിഷമം. അപ്പൊ ഇത്രയും ചിന്തിക്കണമെങ്കിൽ കൃഷ്ണന്റെ ശരീരകാന്തി എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അപ്പം ഇത്രമാത്രം എന്താ പറയാനേ, ആകർഷണവും ആയിട്ടുള്ള ഭഗവാന്റെ ശരീരകാന്തിയെക്കുറിച്ച് പിന്നെയും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഭഗവാന്റെ സ്മൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ നാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ കാലിനെ കുറിച്ചും ഭഗവാന്റെ നടത്തക്കുറിച്ചും ഇതെല്ലാം പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു കംപ്ലീറ്റ്ലി ബോധരഹിതനാവുകയും ചെയ്യുന്നത്. കാരണം കൃഷ്ണനെ കുറിച്ച് അങ്ങ് സ്മരിച്ച് പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ടു ചൈതന്യ മഹാപ്രഭു. ഒടുവിൽ ചൈതന്യ മഹാപ്രഭുവിനെ സനാതന ഗോസ്വാമി സ്വീകരിച്ച് ഇരുത്തുകയും പിന്നെ ചൈതന്യ മഹാപ്രഭു സമ്പന്നജ്ഞാനം അവിടെ വെച്ച് നിർത്തി. ഇനി ഒരാൾക്ക് കൃഷ്ണന്റെ അടുത്തുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്
വർണ്ണിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ വെച്ച് നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹരേ കൃഷ്ണ.